നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആന്റി ഇങ്ങനെ എതിർത്ത് നിന്നാ നമ്മൾ എന്ത് ചെയ്യും അമ്മ? എനിക്കൊന്നും അറിയില്ല. അനീഷ് കാരണം കല്യാണം മുടങ്ങുമെന്ന് ടെൻഷനിൽ നിൽക്കുമ്പോഴാ ശ്രീകല കലിതുള്ളി കയറി വന്നിരിക്കുന്നത്. ഇനി നിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവൂ. സ്വന്തം ജീവിതത്തിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അനിയത്തിമാരെ കുറിച്ച് നീ ചിന്തിക്കണം. മുത്തശ്ശിയോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത കൊള്ളരുതായ്മയുടെ പേരിൽ എന്റെ അനിയത്തിമാരുടെ ജീവിതം ഇല്ലാതാവരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഈ വിവരം അറിഞ്ഞ ഉടനെ നിന്റെ മുതലാളിയും കുട്ടി ഞാനിവിടെ വന്നത്. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് പിന്നെ ശ്രീകല സംയമനത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എന്ത് ചിന്തിക്കണമെന്നാ സുലോചന പറയുന്നത്? എനിക്ക് ചിന്തിക്കാൻ ഒന്നേ ഉള്ളൂ, ദേവികയുടെ ഭാവി. ശ്രീകല കരുതുന്നത് പോലെ ആ കൊച്ചിന് ഭ്രാന്തൊന്നുമില്ല. ഒരു അപകടത്തില് സംഭവിച്ച ഓർമ്മക്കുറവ് അത് ശ്രീകലയ്ക്കും അറിയാലോ. അത് നിസ്സാരമാണെന്നാണോ സുലോചന പറയുന്നേ? കല്യാണം കഴിഞ്ഞ് ദേവികയുടെ പരിചരണം കൂടിയാകുമ്പോ സിദ്ധുവിന്റെ അസുഖം പരിപൂർണമായി മാറുമെന്ന എല്ലാവരുടെയും പ്രതീക്ഷ. മാറിയില്ലെങ്കിലോ? കല്യാണം കഴിഞ്ഞിട്ട് അയാൾ അസുഖം മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മാറും. അത് നിങ്ങളുടെയൊക്കെ വിശ്വാസമല്ലേ? സിദ്ധാർത്ഥിന്റെ അസുഖം മാറുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? സുലോചനയ്ക്ക് അതിന് കഴിയോ? സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് സാധിക്കോ? ആർക്കും സാധിക്കില്ല. സിദ്ധാർത്ഥിന്റെ അസുഖം മാറിയില്ലെങ്കിൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടപ്പെടുന്നത് ദേവികയുടെ ജീവിതം മാത്രമായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ബലിയഴിപ്പിക്കാനുള്ളതല്ല ദേവികയുടെ ലൈഫ്. അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കാനേ ഞാൻ ആരെ അനുവദിക്കില്ല. ദേ, എല്ലാരോടും കൂടെ ഞാൻ പറയാ, ഈ സ്ത്രീകളെ ജീവിച്ചിരിക്കുമ്പോ സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. മോളെ, ഒന്നും പറയണ്ട. മോളുടെ മനസ്സ് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. പ്രതീക്ഷ മുഴുവൻ നശിച്ചു നിന്ന നേരത്ത് ദൈവത്തിന്റെ അവതാരം പോലെ മുത്തശ്ശി വന്ന് രക്ഷിച്ചത്. ഇതൊക്കെ ദൈവത്തിന്റെ ലീലകൾ തന്നെയാ മോളെ. അതുകൊണ്ടാണല്ലോ മോളും ഗോപികയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഞാൻ കേൾക്കാനിടയായതും എനിക്കിതിൽ ഇടപെടാനായതും. മുത്തശ്ശിയോട് എങ്ങനെ ഞാൻ നന്ദി പറയേണ്ടത്? പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തിനാ അതൊക്കെ? നീ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു. കുടുംബത്തിനകത്തുള്ളവർ തമ്മില് പരസ്പരം നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ? ആദ്യം ഈ കരച്ചില് നിർത്തുമോളെ. മോളുടെ ടെൻഷനൊക്കെ മാറിയില്ലേ? പിന്നെന്തിനാ കരയുന്നത്? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മുത്തശ്ശി. ഒരു വലിയ അപമാനത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിനെ രക്ഷിച്ചതിന് പകരമായി ഞാൻ എന്റെ ജീവൻ തന്നെ തരിക. എന്റെ ജീവിതകാലം മുഴുവൻ ഒട്ടനെ പൊന്നുപോലെ എന്റെ ജീവനെ പോലെ ഞാൻ നോക്കിക്കോളാം. മോളെ, മുത്തശ്ശി,
എന്താവാൻ? അച്ഛൻ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ശ്രീകല അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്പിനും വില്ലിനും എടുക്കുന്ന ലക്ഷണമില്ല. ആന്റി ഇങ്ങനെ എതിർത്ത് നിന്നാ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? എനിക്കൊന്നും അറിയില്ല. അനീഷ് കാരണം കല്യാണം മുടങ്ങുമെന്ന് ടെൻഷനിൽ നിൽക്കുമ്പോഴാ ശ്രീകല കല്ലുതുള്ളി കയറി വന്നിരിക്കുന്നത്. ഇനി ഇതിപ്പോ എന്റെ കൈ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അനീഷേട്ടാ വാ. വാ അനീഷേട്ടാ വാ. ഒത്തുതീർപ്പായി. അനീഷേട്ടനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇനി ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആരും എന്താ ഒന്നും മിണ്ടാത്ത? എന്തു പറ്റി? ഓ, അനീഷേട്ടനുള്ള ദേഷ്യത്തിലായിരിക്കും എല്ലാരും. ആന്റി, അനീഷേട്ടനൊരു കൈപ്പിഴ സംഭവിച്ചു പോയി. അതിലേട്ടന് വല്ലാത്ത പ്രയാസം കുറ്റബോധം ഒക്കെ ഉണ്ട്. ഇനി ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലാവരും ഏട്ടനോടുള്ള എതിർപ്പും വിദ്വേഷവും ഒക്കെ മറക്കണം. അഞ്ജുന്റെ കല്യാണത്തിന് ഇനി ഒരു തടസ്സം ഉണ്ടാവില്ല. അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.